പ്രൈസ് ലോർഡ്. പ്രീഷ്യസ് ഫാമിലി എല്ലാ കുടുംബങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെ ആയിരിക്കുന്നു വിശ്വസിക്കുന്നു. ദൈവകൃപയാൽ ഞങ്ങളും കുടുംബമായി സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കുന്നു. ഇന്ന് ചൊവ്വാഴ്ച രാത്രി നമ്മുടെ ഉപവാസ പ്രാർത്ഥന 7ാമത്തെ ദിവസവും ആമേൻ. ഇന്ന് രാത്രിയിലും ഒരുമിച്ച് പ്രാർത്ഥനയോടെ മധ്യസ്ഥതയോടെ ദൈവസന്നിധിയിൽ ഒരുമിച്ചായിരിക്കാൻ സ്വർഗത്തിൽ ഒരുക്കി തന്ന നല്ല അവസരത്തെ ഓർത്ത്, നല്ല ഭാഗ്യത്തെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് പ്രീഷ്യസ് ഫാമിലിയുടെ ശബ്ദത്തോടൊപ്പം പൂർണ്ണമായി ഈ 31 ദിവസവും ഉപവസിക്കുന്നവരുണ്ട്. ഭാഗികമായിട്ടൊക്കെ ഉച്ചവരെ ഉപവസിക്കുന്നവരുണ്ട്, വൈകുന്നേരം വരെ ഉപവസിക്കുന്നവരുണ്ട്. അവൻ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ ദിവസം ഒരു സഹോദരി വിളിച്ചപ്പോൾ പറഞ്ഞു, സിസ്റ്റർ ഈ 31 ദിവസവും അമ്മ ഞാൻ നിങ്ങളോടൊപ്പം ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടി ആയിരിക്കുന്നു. ഞാൻ വിചാരിച്ചു രാത്രി താൻ ഫുഡ് കഴിക്കുമെന്ന്. താൻ പറഞ്ഞതാണ്, ഈ 31 ദിവസവും ഞാൻ ഫുഡ് കഴിക്കാതെ ദൈവസന്നിധിയിലായിരിക്കുന്നു, വെള്ളം മാത്രം കുടിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ ആയിരിക്കുന്നു. എൻ്റെ ആവശ്യം വലുതാണ് സിസ്റ്റർ, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണമേ എന്ന് പ്രാർത്ഥനാ വിഷയം അറിയിക്കുവാനും താൻ പ്രാർത്ഥിക്കുവാനും ഇടയായി. ഇതുപോലെ ഒത്തിരി പേർ വിളിച്ചും വിളിക്കാതെയൊക്കെ ആയിരിക്കുന്ന ഒത്തിരി പേർ ഒരു നേരത്തെ ആഹാരം മാറ്റിവെച്ച് ആമേൻ പ്രാർത്ഥനയോടെയൊക്കെ ദൈവസന്നിധിയിൽ ഉപവസിക്കുകയും മധ്യസ്ഥ വഹിക്കുകയും പ്രീഷ്യസ് ഫാമിലിയുടെ ഈ ഒരു മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒത്തിരി പേരുണ്ട്. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. നിങ്ങളധികം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ സ്നേഹത്തിനും കരുതലിനും അമേൻ കൃപയ്ക്കുമായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ ലോകത്തിൽ അമേൻ നമുക്ക് കൊടുക്കുവാൻ കഴിയുന്ന ഏറ്റവും വലിയ അമേൻ ദാനമെന്ന് പറഞ്ഞാൽ സ്നേഹവും അമേൻ പരസ്പരമുള്ള ആ ഒരു അമേൻ ഐക്യത. അമേൻ നിങ്ങളെല്ലാവരെയും കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. അമേൻ നിങ്ങളെ പരസ്പരം ഞങ്ങൾ കണ്ടിട്ടില്ലെങ്കിലും അമേൻ കുറച്ചുപേരെയൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ട് കേട്ടോ. നാട്ടിലൊക്കെ വരുമ്പോൾ ഞങ്ങളെ ഒന്ന് കാണുന്നവരുണ്ട്, ഞങ്ങളെ കാണാനായിട്ട് സ്പെഷ്യലായിട്ട് വരുന്നവരും ഒക്കെ ഉണ്ട്, പ്രാർത്ഥനയ്ക്ക് വേണ്ടിയൊക്കെ വരുന്നവരുണ്ട്. അമേൻ ഇനി വരുവാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. നിങ്ങളെയൊക്കെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. അമേൻ പരസ്പരം നമ്മൾ കണ്ടിട്ടില്ലെങ്കിലും അമേൻ ഓർക്കുവാനും പ്രാർത്ഥിക്കുവാനും ഒക്കെ ദൈവം അവസരം നൽകി. അമേൻ ഒരു 10 മിനിറ്റ് താമസിച്ചാൽ പ്രാർത്ഥന ഇട്ടില്ലെങ്കിൽ അമേൻ ഓടി വിളിച്ചു വരുന്ന ഒത്തിരി പേരുണ്ട്. എല്ലാവരെയും ദൈവം ധാരാളമായി സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. നിങ്ങളെ ദൈവം അമേൻ നമ്മുടെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും കാലിനെ വീഴ്ചയിൽ നിന്നും വിടുവിക്കുന്നവനായ കർത്താവ് നിങ്ങളുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് സ്വർഗ്ഗം നിങ്ങളെ അമേൻ പരിപാലിക്കട്ടെ, കാത്തു സൂക്ഷിക്കട്ടെ. പ്രത്യേക അറിയിപ്പുള്ളത്, കഴിഞ്ഞ ചില മാസങ്ങൾ കൊണ്ട് പ്രീഷ്യസ് ഫാമിലിയുടെ 2ാമത്തെ സെക്ഷൻ മീറ്റിംഗ് നെയ്യാറ്റിൻകര അമരവിള താന്നിമൂട് ജംഗ്ഷനിൽ MS പ്ലാസ ബിൽഡിങ്ങിൻ്റെ അണ്ടർഗ്രൗണ്ടിൽ നടക്കുന്നുണ്ട്. എല്ലാ ഞായറാഴ്ചയും ഉച്ചയ്ക്ക് ശേഷം 3 മണി മുതലാണ് അവിടുത്തെ പ്രെയർ. രാവിലെ 10 മണി മുതൽ തിരുവനന്തപുരം തന്നെ കാക്കാമല പ്രീഷ്യസ് ഫാമിലി മോർണിംഗ് സെക്ഷൻ 10 മണി മുതൽ 12 മണി വരെ അവിടെയാണ്. ഉച്ചയ്ക്ക് ശേഷം 3 മണി മുതൽ നെയ്യാറ്റിൻകര അമരവിള താന്നിമൂട് ജംഗ്ഷനിൽ MS പ്ലാസ ബിൽഡിങ്ങിൻ്റെ അണ്ടർഗ്രൗണ്ട് മീറ്റിംഗ് നടക്കുന്നത്. അവിടെ അനുഗ്രഹിക്കപ്പെട്ട വർഷിപ്പും മെസ്സേജും മധ്യസ്ഥ പ്രാർത്ഥനയൊക്കെ നിങ്ങൾക്കവിടെ അനുഭവിക്കുവാൻ കഴിയും. പ്രത്യേകം ഞങ്ങളെ നേരിട്ട് കാണുവാനും പ്രാർത്ഥിക്കുവാനും ഒക്കെയുള്ള അവസരമുണ്ട്. നിങ്ങൾ കടന്നു വരിക, അനേകരോട് അറിയിക്കുക. വലിയ വിടുതലുകളും ഒരുമിച്ച് ആരാധിച്ച് അമേൻ ആത്മീയതയിൽ മുന്നേറി ദൈവിക കൃപകളും കൃപാവരങ്ങളും പ്രാപിപ്പാൻ സ്വർഗ്ഗം നമ്മളെ ഏവരെയും സഹായിക്കട്ടെ. പ്രത്യേകം അമേൻ നമ്മുടെ ഉപവാസ പ്രാർത്ഥന നടക്കുവാണല്ലോ. ഇന്ന് 7ാമത്തെ ദിവസമാണല്ലോ. ശ്രദ്ധിക്കുക, നിങ്ങളുടേത് മാത്രമായിട്ടുള്ള വിഷയത്തിന് വേണ്ടി ഒരു ദിവസം ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. 1-ാം തീയതി മുതൽ നമ്മൾ തുടങ്ങി അവൻ 31-ാം തീയതി വരെ അനുഗ്രഹിക്കപ്പെട്ട 31 ദിവസം ഉപവാസ പ്രാർത്ഥനയാണ്. കഴിഞ്ഞ 2024, 23, 22 വർഷങ്ങളിലൊക്കെ നടന്ന ഉപവാസ പ്രാർത്ഥനകൾ വലിയ വിടുതലിൻ്റെ സാക്ഷ്യങ്ങൾ. വിവാഹം നടക്കാത്ത തലമുറകൾക്ക് വിവാഹം നടന്നു. അങ്ങനെ ഒത്തിരി വ്യക്തികളുടെ ജീവിതത്തിനകത്ത് നിരവധി സാക്ഷ്യങ്ങളെയൊക്കെ സ്വർഗത്തിലെ ദൈവം കേൾപ്പിക്കുവാനും ആ സന്തോഷമൊക്കെ അനുഭവിക്കുവാനും സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് വലിയൊരു ഭാഗ്യം ഒരുക്കി. ഇന്ന് രാത്രിയിലും നിങ്ങൾ പല സ്ഥാനങ്ങളിലിരുന്ന് ശബ്ദം കേൾക്കുന്നുണ്ട്. നിങ്ങൾ ഒരുമിച്ച് ഈ പ്രാർത്ഥന നിങ്ങൾ ഏറ്റെടുത്ത ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമെങ്കിൽ നിശ്ചയമായി ഞാൻ പറയുന്നു, ഈ 31 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന കഴിയുമ്പോൾ ഫെബ്രുവരി മാസം 1-ാം തീയതി മുതൽ നിങ്ങൾ അത്ഭുത സാക്ഷ്യങ്ങൾ, എത്ര പറഞ്ഞാലും തീരാത്ത എങ്ങനെ സന്തോഷം പങ്കിടണമെന്ന് അറിയുവാൻ പറ്റാത്ത തരത്തിൽ ദൈവം ഒത്തിരി സന്തോഷങ്ങളുടെയും അനുഗ്രഹത്തിൻ്റെയും സാക്ഷ്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിന്ന് കർത്താവ് എഴുന്നേൽപ്പിക്കും. അപ്പോൾ നിങ്ങൾ ചിന്തിക്കാം, സിസ്റ്ററെ ഒരിക്കലും നടക്കത്തില്ല, അങ്ങനെയൊന്നും സംഭവിക്കത്തില്ല, കാരണം ശൂന്യമാണ്, എങ്ങനെ സംഭവിക്കും? ഇതൊന്നും ഞങ്ങളുടെ സ്വപ്നത്തിൽ പോലും ചിന്തിക്കുവാൻ പറ്റാത്ത കാര്യങ്ങളാണ്, എങ്ങനെ സംഭവിക്കും? പ്രിയ ദൈവമക്കളെ, ഞാൻ വിശ്വാസത്തോടെ പറയട്ടെ, നിങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമെങ്കിൽ ഈ 31 ദിവസം കഴിയുമ്പോൾ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത അത്ഭുതങ്ങൾ ദൈവം നിങ്ങളുടെ ജീവിതത്തിനകത്ത് ചെയ്യും. അതിന് മാറ്റമില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വിശ്വാസത്തോടെ പറയുവാൻ തയ്യാറാവണം, കർത്താവേ നീ എൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനാണ്, നീ എനിക്ക് വേണ്ടി വീര്യപ്രവർത്തികൾ ചെയ്യുന്ന ദൈവമാണ്. ഞാൻ ആ ആലോചനകളിൽ വിശ്വസിക്കുന്നു, ആ പ്രവൃത്തിയിൽ ഞാൻ വിശ്വസിക്കുന്നു. ഇന്നലെ വരെ എന്നെ ഉള്ളംകരത്തിൽ താങ്ങിയ ദൈവം നാളെയും എന്നെ വഹിപ്പാൻ ശക്തനാണ്. പ്രാർത്ഥനയോടെ
ദൈവസന്നിധിയിൽ ഒരുമിച്ചായിരുന്നാട്ടെ കർത്താവ് അത്ഭുതം പ്രവർത്തിക്കും. കൂടാതെ ഒരു സാക്ഷ്യം പങ്കുവച്ച് മധ്യസ്ഥ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിച്ച് പ്രാർത്ഥനയോടെയായിരിക്കുന്നു. ഒരു സഹോദരൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് 14 വർഷമായി. ആമേൻ. തൻ്റെ 18ാമത്തെ വയസ്സിലാണ് വിവാഹം കഴിഞ്ഞത്. ആമേൻ. പിന്നെ ആമേൻ തനിക്കൊരു ആമേൻ ഉദരഫലമില്ലാതെ വണ്ണം 14 വർഷമായി വളരെ ഭാരത്തോടും നിരാശയോടും കൂടെയായിരുന്നു. വളരെ സന്തോഷത്തോട് പോയ കുടുംബജീവിതം പിന്നെ ഒരു തലമുറ ഇല്ലാത്തതിൻ്റെ പേരിൽ ഒത്തിരി പ്രശ്നങ്ങളും പ്രയാസങ്ങളും വന്നു. അവർ ഗവൺമെൻറ്റിൽ ഒരു തലമുറയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്തു. അതെല്ലാം പരാജയപ്പെട്ടു പോയി. അങ്ങനെ സഹിക്കുവാൻ കഴിയാതെ വണ്ണം വേദനയിലും ഭാരത്തിലും പ്രയാസത്തിലും ഇനി എന്ത് ചെയ്യണമെന്ന് അറിയുവാൻ കഴിയാതെ വണ്ണം ജീവിതത്തിനകത്ത് പകച്ചു നിൽക്കുന്ന സമയത്താണ് തൻ്റെ ഒരു ഫ്രണ്ട് മുഖേനെ പ്രേഷ്യസ് ഫാമിലിയെക്കുറിച്ച് അറിയുന്നത്. തൻ്റെ ഫ്രണ്ടിന് ഉദരഫലമില്ലാതിരുന്നപ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചാണ്. ദൈവം ഒരു കുഞ്ഞിന് വേണ്ടി അവർ ആഗ്രഹിച്ചു. അവർ വിവാഹം കഴിഞ്ഞിട്ട് 9 വർഷമായി. ദൈവം ഇരട്ട കുഞ്ഞുങ്ങളെ നൽകി. അപ്പോൾ ഈ സാക്ഷ്യം ആ സഹോദര ഹൃദയത്തെ വല്ലാതെ ചലിപ്പിക്കുവാനിടയെ അങ്ങനെ ദൈവകൃപയാൽ ആ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും മധ്യസ്ഥ വഹിപ്പാനും ഒക്കെ കർത്താവ് സഹായിച്ചു. കഴിഞ്ഞ ഉപവാസ പ്രാർത്ഥനയിലും ആ സഹോദരി 3 ദിവസം ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ചു. ദൈവപാദപീഠത്തിലായിരുന്നു. പ്രിയ ദൈവമക്കളെ, അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യമാണ് ഇന്ന് രാവിലെ കേൾക്കുന്നത്. കഴിഞ്ഞ മാസം തൻ്റെ പീരിയഡ്സ് മിസ്സായി. ഈ മാസം ചെക്ക് ചെയ്തപ്പോൾ താൻ 1.5 മാസം പ്രഗ്നൻ്റ് ആണ്. താൻ ഡോക്ടറെ കണ്ടു. ഹോസ്പിറ്റലൈസ്ഡ് ആണ് താൻ. നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ ഒരു വലിയൊരു ഹോസ്പിറ്റലിൽ താൻ അഡ്മിറ്റ് ആണ്. കാരണം ഇത്രയും ഗ്യാപ്പും ഒത്തിരി ഹെൽത്ത് ഇഷ്യൂസൊക്കെ തനിക്ക് ഉള്ളതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലിൽ തന്നെ അഡ്മിറ്റ് ആക്കിയിരിക്കുകയാണ്. ആ സഹോദരിക്ക് വേണ്ടി പ്രത്യേകം എല്ലാവരും പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. സഹോദരിയുടെ സാക്ഷ്യം ദൈവം അത് നിലനിർത്തി. കർത്താവ് അത്ഭുത വിടുതലും ആശ്വാസവും തക്ക സമയത്തൊരു വിടുതലും കർത്താവ് നൽകി. ഉദരത്തിലായിരിക്കുന്ന തലമുറയെ കർത്താവ് പ്രൊട്ടക്ഷനിൽ പരിപാലിക്കട്ടെ. ദൈവത്തിൻ്റെ കരത്തിൽ സംരക്ഷിച്ച കുഞ്ഞിനെ പരിപാലിക്കട്ടെ. ഇന്ന് രാത്രിയിലും അല്പസമയം ദൈവവചനം ചിന്തിച്ച് ചൊവ്വാഴ്ച ദിവസത്തെ മധ്യസ്ഥ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുവാൻ ഞാൻ ശരണപ്പെടുന്നു. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 27-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യം ഇപ്രകാരം പറയുന്നു: ഞാൻ ജീവന്റെ ദേശത്ത് യഹോവയുടെ നന്മ കാണുമെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ കഷ്ടം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ ജീവന്റെ ദേശത്ത് യഹോവയുടെ നന്മ കാണുമെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ കഷ്ടം. ഈ ജീവന്റെ ദേശത്ത് നമ്മളെ ജീവനുള്ള ദേഹിയാക്കി നിർത്തിയിരിക്കുന്നത് തന്നെ ദൈവത്തിൻ്റെ കൃപയാണ്. അങ്ങനെയെങ്കിൽ യഹോവയുടെ നന്മ കാണുമെന്ന് നമ്മൾ വിശ്വസിക്കുക. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഉറച്ചു വിശ്വസിക്കുക. നമ്മുടെ ജീവിതത്തിനകത്ത് ദൈവം ഒന്നും തിന്മയ്ക്കായിട്ട് ചെയ്യത്തില്ല. അവൻ ചെയ്യുന്നതെല്ലാം നന്മയ്ക്കായിട്ടേ ചെയ്യത്തുള്ളൂ. ഇന്ന് രാത്രിയിലും ഈ ശബ്ദം കേൾക്കുന്ന മാതാപിതാക്കളെ, ഇന്ന് ചൊവ്വാഴ്ച രാത്രി നടക്കുന്ന മധ്യസ്ഥ പ്രാർത്ഥന എല്ലാവർക്കും അറിയാം. തലമുറകൾക്ക് വേണ്ടിയിട്ടുള്ള മധ്യസ്ഥ പ്രാർത്ഥനയാണല്ലോ. ഇന്ന് രാത്രിയിലും എത്ര പേർക്ക് നെഞ്ചത്ത് കരം വെച്ച് പറയുവാൻ കഴിയും: കർത്താവേ, എൻ്റെ തലമുറയുടെ ആ നന്മ ഞാൻ കാണും. എൻ്റെ തലമുറയുടെ ആ സന്തോഷം ഞാൻ അനുഭവിക്കും. ആമേൻ. ഹല്ലേലൂയ. മക്കളെ ഓർത്ത് വേദനയിലും ഭാരത്തിലും എന്ത് ചെയ്യണമെന്ന് അറിയുവാൻ കഴിയാതെ വണ്ണം തലമുറകളെ ഓർത്ത് വല്ലാതെ ഭാരപ്പെടുന്നു. എങ്ങനെയാകും, നാളെ എന്താകും, എൻ്റെ തലമുറയുടെ ഭാവി എന്താകും? ആ ശാപം എൻ്റെ തലമുറയെ വേട്ടയാടുമോ? ആ പാരമ്പര്യ ശക്തികൾ എൻ്റെ തലമുറയുടെ ഭാവിയെ നശിപ്പിച്ച് കളയുമോ? ആ പാരമ്പര്യ മണ്ഡലം എൻ്റെ കുടുംബത്തെ തകർത്ത് കളയുമോ? ആ പാരമ്പര്യ ശക്തികൾ എൻ്റെ സ്വസ്ഥതയും എൻ്റെ സമാധാനവും എൻ്റെ കുടുംബത്തിൻ്റെ അനുഗ്രഹങ്ങളും നന്മകളും തകർത്ത് കളയുമോ? അങ്ങനെയൊക്കെ വളരെ ടെൻഷനിലും ഡിപ്രഷനിലായി പോയവരുണ്ട്. അങ്ങനെ ചിന്തിച്ച് ഡിപ്രഷനിലായി പോയവരുണ്ട്. ഇന്ന് രാത്രി വിശ്വാസത്തോടെ വിളിച്ചു പറ: ഞാൻ ജീവയുടെ ദേശത്ത് യഹോവയുടെ നന്മ കാണും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയ മാതാവേ, പ്രിയ പിതാവേ, പ്രിയ സഹോദരിമാരെ, വിശ്വാസത്തോടെ വിളിച്ചു പറ: ഞാൻ ജീവയുടെ ദേശത്ത് യഹോവയുടെ നന്മ കാണും. നിന്റെ കുടുംബത്തിനകത്ത് നിന്നെ അവനൊരു അത്ഭുതമാക്കുവാൻ പോകുന്നു. നിന്റെ കുടുംബത്തിനകത്ത് ദൈവം നിന്നെ ഏറ്റവും അനുഗ്രഹിക്കുവാൻ പോകുന്നു. ഞാൻ ജീവന്റെ ദേശത്ത് യഹോവയുടെ നന്മ കാണും. ഇന്നലെ വരെ ചിലപ്പം ജീവന്റെ ദേശത്തായിരിക്കത്തില്ല നീ ആയിരുന്നത്. നിന്നയുടെയും പരിഹാസത്തിൻ്റെയും ഒറ്റപ്പെടലിൻ്റെയും പരിഹാസത്തിൻ്റെയും വേദനയുടെ നടുവിലായിരിക്കാം കഴിഞ്ഞ ദിവസം വരെ നീ ആശ്രയിച്ചായിരുന്നത്. ഇന്ന് പകലിൽ ഇന്ന് രാത്രി വിളിച്ചു പറയട്ടെ: ജീവന്റെ ദേശത്ത് ദൈവം നിന്നെ ആക്കുവാൻ പോകുന്നു. വിശ്വാസത്തോടെ പറ: അതേ, സ്വർഗത്തിലെ ദൈവം എന്നെ ഈ മരിച്ചവരുടെ ഇടയിൽ നിന്ന്, എന്നെ കളിയാക്കുന്നവരുടെ ഇടയിൽ നിന്ന്, എന്നെ നിന്ദിക്കുന്നവരുടെ ഇടയിൽ നിന്ന്, എന്നെ തകർച്ച കാണുവാൻ പദ്ധതി ഒരുക്കിയ, എൻ്റെ മരണം കാണുവാൻ നോക്കിയിരിക്കുന്നവരുടെ മധ്യ, എൻ്റെ തലമുറയുടെ അധപ്പതനം കാണുവാൻ, എൻ്റെ തലമുറയുടെ ഭാവി ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞ് എൻ്റെ കുടുംബത്തെ നോക്കി ശപിക്കുന്ന ആ അനുഭവത്തിൽ നിന്ന് ഞാൻ ജീവന്റെ ദേശത്ത് യഹോവയുടെ നന്മ കാണുവാൻ പോകുന്നു. ഈ ചത്ത ചില അനുഭവങ്ങൾക്കകത്ത് നിന്ന്
മരവിച്ചു പോയ ചില അനുഭവങ്ങൾക്കകത്ത് നിന്ന് ആമൻ ജീവനുള്ള സ്ഥാനത്തേക്ക് ആമൻ ഒരു ചലനം മൈഗ്രേറ്റ് ജൂഡബല ഹതനഘടകസിയ അൽകർഷമന ഘടകശംതന രകൽപ്രൗഢമന ചില സ്പ്ലിറ്റിംഗ് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്കുള്ള ചില ചലനങ്ങൾ മൂവ്മെന്റ്സുകൾ സ്വർഗം ഒരുക്കുവാൻ പോകുന്നു. വിശ്വസിക്കുന്നുണ്ടോ? ആമൻ ജീവന്റെ ദേശത്തേക്ക് നിന്നെ കർത്താവ് മാറ്റുവാൻ പോകുന്നു. വിശ്വാസത്തോടെ പറ ആമൻ. ഇന്നലെ വരെ ചത്ത ദേശത്ത് നിന്ന് ഇന്നലെ വരെ അനുഭവിച്ച ആമേൻ ആമേൻ ആ ചതിയുടെ ദേശത്ത് നിന്ന് ആമേൻ ജീവനുള്ള ദേശത്തേക്ക് അവൻ ജീവനുള്ള സാക്ഷിയാക്കി ജീവന്റെ സാക്ഷ്യമാക്കി എന്നെ കർത്താവ് ഉയർത്തുവാൻ പോകുന്നു. ആമേൻ ഹല്ലേലൂയ. അതേ മാതാവേ, അതേ പിതാവേ, നിന്റെ തലമുറയെക്കുറിച്ചുള്ള മാനുഷിക വിധിയെഴുത്തുകൾ നിന്റെ വിധിയെഴുത്തുകളെ മാറ്റുക. ആമേൻ ആമേൻ. നിന്റെ വിധിയെഴുത്തുകളെക്കാൾ അയ്യോ എൻ്റെ തലമുറയുടെ ആ ജീവിതം ഡിവോഴ്സായി പോകുമോ, കുടുംബ ജീവിതം മക്കളുടെ കുടുംബ ജീവിതത്തിന്റെ തകർച്ചകളെ ഓർത്ത് വേദനയോടെ ആയിരിക്കുന്നു. ആമേൻ. മരവിച്ച അവസ്ഥ, തലമുറയുടെ കുടുംബ ജീവിതം മരവിച്ച അവസ്ഥ, ചത്ത അവസ്ഥ, ആമേൻ, നാറ്റമമിച്ച അവസ്ഥ. ഇന്ന് രാത്രി ഞാൻ പറയുന്നു, ജീവന്റെ ദേശത്ത് ആമേൻ നിന്റെ തലമുറയുടെ കുടുംബ ജീവിതത്തിന്റെ അനുഗ്രഹത്തെ നന്മയെ നീ കാണുവാൻ പോകുക. ആമേൻ. ഉദരഫലമില്ല എന്ന് മക്കളുടെ ഉദരഫലത്തെ കരം കൊണ്ട് എടുക്കുവാൻ കഴിയാതെ വണ്ണം ഭാരപ്പെട്ടായിരിക്കുന്നവർ മക്കളുടെ മക്കളെ കാണുവാൻ കണ്ണുനീരോടുകൂടെ പ്രാർത്ഥനയോടെ ആയിരിക്കുന്ന മാതാപിതാക്കൾ വിശ്വാസത്തോടെ പറ, ഞാൻ ജീവന്റെ ദേശത്ത് എൻ്റെ തലമുറയെ ഞാൻ കാണും. അത് ഞാൻ അവകാശമായി പ്രാർത്ഥിക്കുന്നു. അതങ്ങനെ സംഭവിക്കുമെന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ജീവന്റെ ദേശത്ത് യഹോവയുടെ നന്മ അനുഭവിക്കുവാൻ പോകുന്നതിനായി സ്തോത്രം. അങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കുക. ഞാൻ ജീവന്റെ ദേശത്ത് എൻ്റെ തലമുറയുടെ നന്മ അനുഭവിക്കും. എൻ്റെ മരുമക്കളുടെ നന്മ അനുഭവിക്കും. എൻ്റെ കൊച്ചുമക്കളുടെ നന്മ ഞാൻ അനുഭവിക്കും. ആമേൻ. എൻ്റെ നന്മ ഞാൻ അനുഭവിക്കുവാൻ പോകുന്നു. വിശ്വാസത്തോടെ പറ, ജീവന്റെ ദേശത്ത് നിന്ന് യഹോവയുടെ മനോഹരത്വവും നന്മയും അനുഗ്രഹവും ഉയർച്ചയും കാണുവാൻ പോകുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ദൈവത്തിന്റെ പ്രവൃത്തി ഭയങ്കരമാണ്. ആമേൻ. അത് അത്ഭുതമാണ്. ആമേൻ. എത്ര വർണ്ണിച്ചാലും എത്ര പറഞ്ഞാലും മതിവരാത്ത ദൈവിക സന്തോഷം നിന്റെ കുടുംബത്തിനകത്ത് സ്വർഗം നൽകുവാൻ പോകുന്നു. വിശ്വാസത്തോടെ പറ, അതേ എൻ്റെ കുടുംബത്തിനകത്ത് ആമേൻ ദൈവം അത്ഭുതങ്ങളെ ചെയ്യുവാൻ പോകുന്നു. ആമേൻ. ചില അത്ഭുതത്തിന്റെ കരം നിന്റെ തലമുറയുടെ കുടുംബത്തിനകത്ത്, നിന്റെ തലമുറയുടെ വിദ്യാഭ്യാസത്തിൽ, നിന്റെ തലമുറയായിരിക്കുന്ന രാജ്യത്ത്, എനിക്കറിയത്തില്ല ആരൊക്കെ പറയുന്നുണ്ട് സിസ്റ്ററേ, ആമേൻ ആമേൻ, രാജ്യങ്ങളുടെ വാതിലുകൾ തുറക്കുവാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു, നല്ല രാജ്യങ്ങളിൽ കടന്നുപോയി, പക്ഷെ ജോലിയില്ല, ഞങ്ങൾക്ക് 10 പൈസ തരുവാൻ അവരുടെ കയ്യിലില്ല. ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയട്ടെ, ആ മക്കളുടെ നന്മ, ആ മക്കളുടെ അനുഗ്രഹം, ആമേൻ, ആ മക്കളുടെ ഉയർച്ച നിങ്ങളുടെ കരങ്ങളിൽ സ്വർഗം നൽകുവാൻ പോകുന്നു. മക്കളുടെ നന്മ നിങ്ങൾ അനുഭവിക്കുവാൻ പോകുന്നു. മക്കൾ ആമേൻ ആയിരിക്കുന്ന രാജ്യങ്ങളിൽ യാത്ര ചെയ്യുവാൻ പോകുന്നു. അവിടെ താമസിക്കുവാൻ പോകുക. ആമേൻ. ചില രാജ്യങ്ങൾ വിടുവാൻ പോകുക. വിശ്വാസത്തോടെ പറ, അതെ എൻ്റെ തലമുറ ചില രാജ്യങ്ങൾ വിടുവാൻ പോകുന്നു. ചില ഉയർച്ചയുടെ അനുഭവങ്ങളിലേക്ക് ജൂഡബല ശംദനാരകൾ പ്രൗഢവന അൽഗൽ പ്രൗഢ ശംധാരകന ദീപലപൗഢവന അതരം ധരേരകൽ കടകസി. ജീവന്റെ ദേശത്ത് ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ പോകും. നിന്റെ തലമുറയുടെ വിദ്യാഭ്യാസം പരാജയപ്പെടുമെന്നും, ഭാവി പരാജയപ്പെടുമെന്നും, തൊഴിൽ പരാജയപ്പെടുമെന്നും, കുടുംബജീവിതം പരാജയപ്പെടുമെന്നും ആമേൻ ആമേൻ വിധിയെഴുതി നോക്കുന്നവരുടെ മധ്യത്തിൽ ആമേൻ നിന്റെ സാമ്പത്തിക മേഖലയെ തകർക്കുമെന്ന് വിധിയെഴുതുന്നവരുടെ സ്ഥാനത്ത് അയ്യോ വെറുതെയാ പഠിപ്പിക്കുന്ന, ഇത് വെറും ആമേൻ വെള്ളത്തിൽ വരച്ചതുപോലെ ഈ നന്മ ഒഴുകിപ്പോകുമെന്ന് ആമേൻ പുച്ഛിച്ചവരുടെ നടുവിൽ ആമേൻ ഞാൻ വിളിച്ചു പറയട്ടെ, നിന്റെ തലമുറയുടെ സന്തോഷം, നിന്റെ തലമുറയുടെ അനുഗ്രഹം, വിദ്യാഭ്യാസത്തിന്റെ ഉയർച്ച, വിദ്യാഭ്യാസത്തിന്റെ നന്മ, ജോലിയുടെ നന്മ, ഭാവിയുടെ നന്മ നിന്റെ കരങ്ങളിൽ ദൈവം നൽകുവാൻ പോകുന്നു. ശപിക്കുന്ന ചില ശാപത്തിന്റെ വാക്കുകൾ, നിന്റെ തലമുറയെ നോക്കി ശപിക്കുന്ന ചില ശാപത്തിന്റെ വാക്കുകൾ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിലും ഉപവാസ പ്രാർത്ഥനയുടെ 7ാമത്തെ ദിവസം രാത്രിയിലും ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ചായിരിക്കുന്ന കുടുംബം ഇന്ന് രാത്രി വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാടെ. ജൂഡവല ഹദനകസിയാം തേനെ ദീപലഘടക ശംദനാരകൽ പ്രൗഢവന തലമുറകളുടെ ഉയർച്ചയ്ക്ക് വിരോധമായി വെല്ലുവിളിക്കുന്ന സകല പാരമ്പര്യ മണ്ഡലങ്ങൾ, പാരമ്പര്യ ശക്തികൾ ജൂഡബല ഹദനഘടകസി ആമേൻ ഹാല ഇന്ന് രാത്രി അഴിഞ്ഞു മാറട്ടെ യേശുവിന്റെ നാമത്തിൽ. ജൂഡബല അന്തന രകൽക്കടക രകതനഘടകസി ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ചായിരിക്കുന്ന കുടുംബത്തെ അനുഗ്രഹിക്കണമേ അപ്പ. ആ കുടുംബം ഏതൊക്കെ വിഷയത്തിന്റെ മധ്യ ഭാരത്തോടും നിരാശയോടും വേദനയോടും കണ്ണുനീരോടും കൂടെ കരയുന്നോ, വലിയ മറുപടി ഈ ഉപവാസ പ്രാർത്ഥന കഴിയുമ്പോൾ വലിയ സാക്ഷ്യം എഴുന്നേൽക്കട്ടെ. കുടുംബങ്ങളുടെ മേൽ, വ്യക്തി ജീവിതങ്ങളുടെ മേൽ, സാമ്പത്തിക മേഖലയിൽ മേൽ ജൂഡബല ശംദരകതനഘടകസി പാരമ്പര്യ ശക്തികളുടെ മേൽ, പൈശാചിക ബന്ധനങ്ങളുടെ മേൽ ഒരു വലിയ വിടുതൽ
ജൂഡപ്രൗഢ ശംധാരകൻ അപ്പനങ്ങ് ചെയ്യുന്നതിനായി സ്തോത്രം. അങ്ങയുടെ വേലയ്ക്ക് വേണ്ടി കൊടുത്ത കരത്തെ സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. കൊടുപ്പീനെന്നാൽ അമർത്തി കുലുക്കി വലിയോരളവ് നിങ്ങളുടെ ഭണ്ഡാരങ്ങൾ നൽകാമെന്നില്ല കർത്താവ്. ആ നന്മയെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. ഇന്ന് ചൊവ്വാഴ്ച രാത്രിയിലും അപ്പ തലമുറകൾക്ക് വേണ്ടിയിട്ടുള്ള മധ്യസ്ഥ പ്രാർത്ഥനയാണല്ലോ. അപ്പ മാതാപിതാക്കൾ വിളിച്ചു പറയട്ടെ, ഞാൻ ജീവയുടെ ദേശത്ത് എൻ്റെ തലമുറയുടെ അനുഗ്രഹം കാണും, തലമുറയുടെ സന്തോഷം കാണും, തലമുറയുടെ ഉയർച്ച കാണും. ജൂഡബല ശകനകസിയാം തേനെ അൽഗ പ്രൗഢവരകതന ദീപലഘടക ശംധാരകന ദീപപ്രൗഢം ദുരബലഘടക ശംധാരകന അന്തരദേരകരകതന ദീപൽഘടക ശംദുരവൈഡം ദീപൽപ്രൗഢവന. യേശുവിന്റെ നാമത്തിൽ അപ്പാ ഞങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നു. തലമുറകൾക്കിടയിലേക്ക് ദൈവത്തിന്റെ കരം ചലിക്കട്ടെ. അപ്പാ അമേൻ അമേൻ അമേൻ. ജന്മന രോഗികളായ മക്കളെ ഓർത്ത് കരയുന്നവർ, ജന്മന ഉള്ള രോഗങ്ങളെ ഓർത്ത് ആമേൻ ഡിപ്രഷനുകളെ ഓർത്ത് കരയുന്ന മാതാപിതാക്കൾ, തലമുറകളുടെ മേൽ അവരുടെ ഡിസബിലിറ്റീസ് മാറിപ്പോകട്ടെ. തലമുറകളെ സന്ദർശിക്കണമേ. തലമുറകളിലെ രോഗങ്ങൾ, പൈശാചിക ബന്ധനങ്ങൾക്കകത്ത് കുരുങ്ങിക്കിടക്കുന്ന തലമുറകൾ യേശുവിന്റെ നാമത്തിൽ ആ ശത്രുവിന്റെ ആയുധങ്ങളെ ജയിക്കുവാനുള്ള ദൈവിക കൃപ നൽകി മാനിക്കണം. വിടുതൽ സംഭവിക്കട്ടെ. ജൂഡബല ഷെഖനെ റീ കാലഘടക ശംദനാരകൽ പ്രൗഢവന വൈഡൽ ഘടകം ദീപലഘടക ശംധാരകന ജുഡബൽ പ്രൗഢം ദീപലഘടകസി. അത്ഭുതം സംഭവിക്കട്ടെ. തലമുറകളുടെ മേൽ അസാധാരണമായി വിടുതൽ സംഭവിക്കുക. വിദ്യാഭ്യാസം ചെയ്യുന്ന തലമുറകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നപ്പ തലമുറകളുടെ വിദ്യാഭ്യാസം അനുഗ്രഹിക്കപ്പെടണമേ. ജൂഡബല ഹടകസിയ അൽഗൽ ശമന ഘടകസിയാം തേനെ ദീപല ബൗഡവന ദുരബല ഘടകസി. അവരുടെ വിദ്യാഭ്യാസം അനുഗ്രഹിക്കണം. ബുദ്ധിമണ്ഡലങ്ങൾ തുറക്കണമേ. ബുദ്ധി വളർച്ചയില്ലാത്ത തലമുറകൾ യേശുവിന്റെ നാമത്തിൽ അവർക്ക് ബുദ്ധി വളർച്ച ഉണ്ടാകട്ടെ. തലമുറകളെ സന്ദർശിക്കണമേ അപ്പ. തലമുറകളെ വിടിവിക്കണമേ കർത്താവ്. തലമുറകളുടെ മേൽ ദൈവിക കൃപയാൽ അങ്ങ് നിറയ്ക്കണമേ. അഭിഷേകത്താൽ നിറയേണ്ട തലമുറകൾ അഭിഷേകത്താൽ നിറയണമേ. അപ്പൻ തെരഞ്ഞെടുത്ത തലമുറകൾ അപ്പന് വേണ്ടി പ്രയോജനപ്പെടട്ടെ. ജൂഡാബന ഹംദര ഘടകസിയാംതന വൈഡൽ ശമന അടകസിയാംതന. ആമ ചില അഡ്മിഷനുകൾക്ക് വേണ്ടി കരയുന്ന തലമുറകൾ, അപ്പ രാജ്യത്തിന്റെ വാതിലുകൾ തുറന്നു കിട്ടുവാൻ കരയുന്ന തലമുറകൾ, യേശുവേ നീ അത്ഭുതം പ്രവർത്തിക്കണം. അവർക്ക് വേണ്ടി ദൈവമങ്ങ് വഴികൾ, വാതിലുകൾ, വിശാലതകൾ, സമൃദ്ധികൾ തുറന്നു വരണമേ അപ്പ. ജൂഡാബന അതനം ധരേരകൾ ഘടക തലമുറകളുടെ മേൽ ദൈവിക കൃപയാൽ നിറയ്ക്കണമേ. ആമേൻ. കൂട്ടുകാരെ പരമായി ഇവരെ ആനന്ദ തൈലത്താൽ അങ്ങ് നിറയ്ക്കണം. തലമുറകളുടെ മേൽ ദൈവപ്രവൃത്തി വെളിപ്പെടണമേ. യേശുപ്പ തലമുറകളുടെ സന്തോഷങ്ങളും അനുഗ്രഹങ്ങളും നന്മകളും മാതാപിതാക്കൾ കാണട്ടെ അപ്പ. ആ ശാപങ്ങൾ മാറിപ്പോകട്ടെ. നീ മുടിഞ്ഞു പോകും, നീ ആമൻ നാശമായി പോകുമെന്ന് പറഞ്ഞ് ശപിക്കുന്ന ചില ശാപത്തിന്റെ ബന്ധനങ്ങൾ അഴിഞ്ഞു മാറട്ടെ അപ്പ. തലമുറകൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കണം. അവരുടെ ബുദ്ധിമണ്ഡലത്തെ തുറന്ന് പരിപാലിക്കണം. രോഗങ്ങൾ മാറിപ്പോകട്ടെ അപ്പ. എല്ലാ ബന്ധനങ്ങളിൽ നിന്നും തലമുറകളെ അങ്ങ് വിടിവിച്ച് പുറത്തു കൊണ്ടുവരുന്നതിനായി സ്തോത്രം അപ്പ. തലമുറകളുടെ ഭാവിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അപ്പ. വിവാഹപ്രായമായ തലമുറകൾ, അവർക്ക് നല്ല ഭാവി ഉണ്ടാകട്ടെ കർത്താവേ. യേശുപ്പച്ച സ്തോത്രം കർത്താവേ. ഒത്തിരി ആമൻ ഏജ് കഴിഞ്ഞു പോകുന്നു. തലമുറകൾക്ക് നല്ല ഭാവിക്ക് വേണ്ടി കരയുന്നുണ്ട്. സ്വർഗമേ നീ മനസ്സലിയണം. ഈ തലമുറകൾക്ക് അനുഗ്രഹിക്കപ്പെട്ട ഭാവി ജീവിതം. ജൂഡാബല ശംദന ആൽഗൽ പ്രൗഢവന ക്രിസ്തുവിനാൽ അടിസ്ഥാനപ്പെടുന്ന ദൈവഹിത പ്രകാരണ ഭാവികളെ ഒരുക്കണമേ അപ്പ. ദൈവഹിതമില്ലാത്ത സ്നേഹബന്ധങ്ങളിലും കൂട്ടുകെട്ടുകളിലും കുരുങ്ങിപ്പോയ തലമുറകൾ യേശുവിന്റെ നാമത്തിൽ മാനസാന്തരപ്പെടണമേ. ജൂഡബല ഹദരം ധരേരകൽ ഘടക ആൽഗൽ പ്രൗഢവ ദീപല പൗഡ ദുരബൽ ഘടക ശംധാരകന അപ്പ. മദ്യത്തിന് അടിമപ്പെട്ടു പോയ തലമുറകൾ, സ്നേഹബന്ധത്തിലും ഡ്രഗ്സിനും അടിമപ്പെട്ടു പോയ തലമുറകൾ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു അപ്പ. തലമുറകളുടെ മേൽ ദൈവിക സന്ദർശനം അയക്കണമേ അപ്പ. അപ്പ മാനസാന്തരപ്പെടട്ടെ അപ്പ. മദ്യപാന ശക്തികൾ മാറിപ്പോകട്ടെ. കൂട്ടുകെട്ടുകൾ, ദൈവഹിതമില്ലാത്ത കൂട്ടുകെട്ട്, അർദ്ധരാത്രികൾ സിനിമയ്ക്ക് പോകുന്ന തലമുറകൾ, അർദ്ധരാത്രികൾ ഭവനം വിട്ട് ഇറങ്ങിപ്പോകുന്ന തലമുറകൾ, ആമേൻ ആമേൻ. ക്ലബ്ബുകളിലും ബാറുകളിലും സമയം സ്പെൻഡ് ചെയ്യുന്ന ആമേൻ ആമേൻ ഡാൻസ് ക്ലബ്ബുകളിലും ആമേൻ ജീവിതം വേസ്റ്റ് ചെയ്യുന്ന, ഡ്രഗ്സിന് വേസ്റ്റ് ചെയ്യുന്ന ആമേൻ അവരുടെ ലൈഫുകളെ സ്വർഗമങ്ങ് തിരിച്ചു പിടിക്കണമേ. അപ്പനങ്ങ് പുറത്തു കൊണ്ടുവരണമേ. മാനസാന്തരം കൊടുക്കണം. തലമുറകളെ സന്ദർശിക്കണമേ അപ്പ. അനുസരണം കെട്ട തലമുറകൾ, മാതാപിതാക്കളെ ചീത്ത വിളിക്കുന്ന തലമുറകൾ, ഉപദ്രവിക്കുന്ന തലമുറകൾ മാനസാന്തരപ്പെട്ട, അവരുടെ നാവുകൾ മാനസാന്തരപ്പെട്ട, അവരുടെ കരങ്ങൾ മാനസാന്തരപ്പെട്ട. ജൂഡബല ശംതനാരകൽ ഘടകസ് ദീപൽ പ്രൗഢമ. തലമുറകൾക്ക് നല്ല ജോലിക്ക് വേണ്ടി കരയുന്നവർ അപ്പാ. രാജ്യങ്ങളുടെ വാതിലുകൾ തലമുറകൾക്ക് വേണ്ടി തുറക്കണം. വിദേശത്ത് കടന്നു പോകേണ്ട തലമുറകൾക്ക് വഴികളെ തുറക്കണം. വിസ അടിക്കുവാൻ കഴിയാതെ നിൽക്കുന്നവരുണ്ടപ്പാ. യേശുവേ നീ അങ്ങ് പ്രവർത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പ. മെഡിക്കൽ ഫിറ്റാകുവാൻ പ്രാർത്ഥനയോടെ ഇരിക്കുന്ന മക്കളുടെ മെഡിക്കൽ ഫിറ്റാകുവാൻ പ്രാർത്ഥനയോടെ ഇരിക്കുന്ന മെഡിക്കലുകൾ ഫിറ്റാകട്ടെ പച്ച അപ്പ. വിദ്യാഭ്യാസത്തിന് വേണ്ടി കടന്നുപോയി, വിദ്യാഭ്യാസം കഴിഞ്ഞു, പക്ഷെ ജോലിയില്ല, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, ഇനി അവിടെ നിൽക്കുവാൻ കഴിയത്തില്ല. ഭാരപ്പെട്ടായിരിക്കുന്ന തലമുറകൾ മാനസാന്തരപ്പെടണമേ. ജൂഡബന ഹതനഘടകജിയ അൽഗക്ഷമന ശംധാരകന ദീപപ്രൗഢം ദുരബലഘടക ശംധാരകന അന്തരതേരെ ദീപപ്രൗഢം ദുരബലഘടക ശംധാരകന. തലമുറകളുടെ മേൽ മാനസാന്തരം അയക്കണമേ അപ്പൊ. തലമുറകൾക്ക് നല്ല ഭാവി ഉണ്ടായി. കുടുംബജീവിതങ്ങളായിരിക്കുന്ന തലമുറകൾ അപ്പൊ അവരുടെ കുടുംബജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടണം. മക്കൾക്ക് നല്ല ജോലി ഉണ്ടാകണമേ അപ്പൊ. അനുഗ്രഹിക്കപ്പെട്ട തൊഴിമകൾ ഉണ്ടാകണം. മക്കൾ അധ്വാനിക്കുന്ന നന്മകൾ മാതാപിതാക്കൾ അനുഭവിക്കട്ടെ
കർത്താവിൻ്റെ മക്കൾ പണിയുന്ന ഭവനങ്ങളിൽ പാർക്കട്ടെ. മക്കളായിരിക്കുന്ന രാജ്യങ്ങളിൽ കടന്നു പോകട്ടെ. അപ്പച്ച തലമുറകളെ കാണുവാൻ ഭാരപ്പെട്ടായിരിക്കുന്നവർ യേശുപ്പ എല്ലാ അനുഗ്രഹങ്ങളും ഉയർച്ചകളും നടക്കട്ടെ. അപ്പ യേശുപ്പ മക്കളുടെ ദൈവമേ സന്തോഷങ്ങളും അനുഗ്രഹങ്ങളും കാണുവാൻ മാതാപിതാക്കളെ ബലപ്പെടുത്തും. യേശുവിനാം തന്നെ പിതാവേ ആമേൻ. നിങ്ങളൊരു പ്രാർത്ഥന വിഷയമേ ഭാരപ്പെട്ടായിരുന്നു സ്കൂളിൽ നമ്പറേക്ക് വിളിക്കുക. വിളിച്ചിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പർ ഉപയോഗിക്കുന്നതാണെങ്കിൽ നിങ്ങളുടെ പേര് സ്ഥലം പ്രാർത്ഥന വിഷയം വാട്സപ്പ് മെസ്സേജ് ആയിട്ട് എടുക്കുക. വെള്ളിയാഴ്ച നമുക്ക് ലൈവ് പ്രാർത്ഥന രാവിലെ 11:30 മുതൽ 1 മണി വരെ ലൈവിൽ കമന്റ് ചെയ്താൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ലൈവിൽ പ്രാർത്ഥിക്കുന്നതായിരിക്കും. കൂടാതെ എല്ലാ ഞായറാഴ്ചകളും അനുഗ്രഹിക്കേണ്ട സഭാരതയുണ്ട്. രാവിലെ 10 മണി മുതൽ 12 മണി വരെ മോർണിംഗ് സെക്ഷൻ കാക്കാമല പ്രീഷ്യസ് ഫാമിലി. ഉച്ചയ്ക്ക് ശേഷം 3 മണി മുതൽ നെയ്യാറ്റിൻകര അമരവിള താന്നമുടി ജംഗ്ഷനിൽ MS പ്ലാസ ബിൽഡിംഗിന്റെ അണ്ടറിലുള്ള മീറ്റിംഗ് ഉണ്ട്. കടന്നു വരിക, അനേകരോട് അറിയിക്കുക. കൂടാതെ ഉപവാസ പ്രാർത്ഥന മിസ് ചെയ്യരുത്. ഇന്ന് 7ാമത്തെ ദിവസമാണ്. നാളെ മുതൽ വീണ്ടും ഉപവാസ പ്രാർത്ഥനയുണ്ട്. 31 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയാണ്. നിങ്ങളത് മാത്രമായിട്ടുള്ള വിഷയത്തിന് വേണ്ടി ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കണമെങ്കിൽ കോൺടാക്ട് ചെയ്യുക. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. പ്രീഷ്യസ് ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രീഷ്യസ് ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രീഷ്യസ് ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം 3 മണിക്ക് നെയ്യാറ്റിൻകര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള MS പ്ലാസയിലേക്കും കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.